നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ദേവി, എന്റെ പ്രതീക്ഷകളൊക്കെ അകന്നു പോകുന്നത് പോലെ തോന്നാ. നിനക്ക് ഞാൻ നൽകാത്ത അർച്ചനകളോ പൂജകളോ ഇല്ല. പക്ഷെ എന്നെ മാത്രം പരീക്ഷിച്ച് മതിയാവുന്നില്ല അല്ലേ? ഞാൻ കരുതി ഞാൻ പൂജിക്കുന്ന എന്റെ ദേവി വിളിച്ച വിളിപ്പുറത്തെത്തുമെന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അമ്മയുടെ ഈ ഭക്തി ആട്ടിയകറ്റാനാ അമ്മയ്ക്കിഷ്ടം. ഞാൻ കണ്ണീര് കുടിക്കുന്നത് കാണുന്നതായിരിക്കും എന്റെ ദേവിക്ക് സംതൃപ്തി അല്ലേ? പക്ഷേ ഇന്ന് ഞാനൊന്ന് തീരുമാനിച്ചിട്ട് തന്നെ വന്ന് എന്റെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുന്നത് വരെ എന്നെ സ്വയം സമർപ്പണം നടത്തും. അമ്മ കണ്ടോ? ഞാൻ കത്തിക്കാൻ പോവാ. എന്റെ ദേവി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ ഞാൻ ഈ കർപ്പൂര നാളമായി നിൽക്കും. ദേവിയോ ദേവി അയക്കുന്ന ആളോ വരുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. ഇല്ല, ഞാനിത് താഴെ ഇടുമെന്ന് കരുതണ്ട. എന്റെ കൈ കത്തിക്കരിഞ്ഞ് മാംസം ഒരുക്കി വീണാലും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. ദേവി എന്നോട് പറ, എന്റെ അർജുനെ ജയിലിൽ നിറക്കാന്ന് എന്നോട് പറ, എന്നാ ഞാൻ താഴെയിടാം. അതല്ലാതെ ഞാൻ പിന്മാറുമെന്ന് കരുതണ്ട. എന്തു വന്നാലും നിന്റെ മുന്നിൽ തോക്കുമെന്ന് കരുതണ്ട. അല്ലെങ്കിൽ ഒരാളെ അയക്കും. ഇല്ല ദേവി, ഞാൻ പിന്മാറില്ല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. അയ്യോ അമ്മേ, ദേവിയോ ദേവി ഇഷ്ടപ്പെടുന്ന ഒരാളോ എത്തണം. അമ്മേ, എന്താ അമ്മ ഇത്? ഒരുമിച്ച് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അമ്മ നേരത്തെ ഇറങ്ങിയത് ഇതിനു വേണ്ടിയായിരുന്നല്ലേ? എന്താ അമ്മ, ഞങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കത്തെന്താ? എവിടെ കൈ നോക്കട്ടെ. ഇല്ല, ഒന്നുമില്ല. നോക്കട്ടെ അമ്മേ. ഈശ്വര, ദേവി, എന്താ അമ്മ, എനിക്ക് സങ്കടം വരിക. ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ നമ്മളെല്ലാം മറന്നു പോവില്ലേ മോളെ? ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ മോളും ചെയ്തിട്ടില്ലേ? നമ്മളെ തന്നെ ദേവിക്ക് സമർപ്പിക്കുന്നത് പോലെ അർച്ചന ചെയ്തിട്ടില്ലേ? എനിക്കെന്റെ മോനെ വേണം. ദൈവം അവനെ മുന്നിൽ കൊണ്ടുവരുമായിരിക്കും. പക്ഷെ മോളെ, എനിക്ക് അതുവരെ കാക്കാനുള്ള സാവകാശമില്ല. എനിക്കെന്റെ മോനെ കാണണം. അമ്മ, ഇനി കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞ വിചാരണ തുടങ്ങല്ലേ? അമ്മയുടെ അർച്ചന ദേവി കണ്ടിട്ടുണ്ട്. തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും.